നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്, എല്ലാവരും ഈക്വലാണ്. മതത്തിന് ഭരണത്തിൽ സ്വാധീനമില്ലാത്ത എല്ലാ മതങ്ങളോടും തുല്യനീതി പുലർത്തുക എന്നതാണ് മതേതരത്വം. ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക മമതയോ ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക വിയോജിപ്പോ ഇല്ലാതിരിക്കുക. രാജ്യത്തെ നിയമങ്ങൾ എല്ലാ മതങ്ങൾക്കും തുല്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് നല്ല നിലയിൽ പ്രചരിപ്പിക്കാനും അവകാശമുണ്ടാവുക. ഒപ്പം മറ്റു മതങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മതേതരത്വമാവണമെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന യൂണിഫോമിൽ ആ മുസ്ലിം കുട്ടിക്ക് കൂടി ഒരിടമുണ്ടാക്കുക എന്നതാണ് വേണ്ടത്. പിന്നെ എല്ലാ കുട്ടികളും സമന്മാരാണെങ്കിൽ എന്തിനാണ് ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ മതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്കൂൾ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമൊക്കെ പ്രത്യേകം സ്കൂളുകൾ വാങ്ങിക്കൂട്ടുന്നത്? അങ്ങനെ വാങ്ങിച്ചെടുത്തത് തന്നെയല്ലേ സെന്റ് റീത്താസ് സ്കൂളും? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നിയമവരി സ്വന്തമായി എഴുതിയുണ്ടാക്കിയത്? എന്നിട്ടിപ്പോൾ ഒരു കുട്ടി തട്ടമിട്ടതിന് മതേതരത്വം പറയുകയാണ്. ഉളുപ്പുണ്ട് ടീച്ചറെ നിങ്ങൾക്ക്? മതേതരത്വം എന്നാൽ എല്ലാവരെയും ഹിന്ദുവിന്റെ വേഷത്തിലോ മുസ്ലിമിന്റെ വേഷത്തിലോ ക്രിസ്ത്യാനിയുടെ വേഷത്തിലോ കാണുക എന്നല്ല, എല്ലാവരെയും അവരുടെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ്. എന്തിനാണ് യൂണിഫോം? ആദ്യകാലത്തെ യൂണിഫോം എന്നത് ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും കുട്ടികൾ തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക, കുട്ടികളിൽ അങ്ങനെ ഒരു സമഭാവന ഉണ്ടാക്കുക എന്നതിനു വേണ്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ കുട്ടികളെയും അങ്ങനെ സമമായി കാണുക എന്നതായിരുന്നു അന്ന്. ഇന്ന് യൂണിഫോം ഇന്ന സ്കൂളുകളിലെ കുട്ടികളാണെന്ന് തിരിച്ചറിയുന്നതിനും ഇന്ന സംഘടനയുടെയും ഇന്ന മതത്തിന്റെയും സ്ഥാപനത്തിലെ കുട്ടികളാണെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടി മാത്രമായി. ഈ മതേതരം പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് സ്കൂളുകൾ സ്വന്തമാക്കരുത്. എന്തിനാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സ്കൂൾ? എല്ലാവരെയും സമന്മാരായി കാണുന്ന, നിങ്ങൾ എല്ലാവരും ഒന്നു ചേരുന്ന ഈ സ്കൂളിൽ പഠിച്ചാൽ പോരെ? ഓരോ പിന്നാക്ക വിഭാഗവും അവരവരുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവകാശമായി ചോദിക്കുന്നത് അത് അതത് മതങ്ങൾ വളർത്താനല്ല, അതത് വിഭാഗം ജനതയെ പിന്നാക്കാവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിനല്ല. എന്നിട്ട് അങ്ങനെ കിട്ടിയ സ്കൂളിന്റെ ഉടമകൾ മറ്റു മതങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എന്ത് അനീതിയാണിത്? വെറുതെയല്ല വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗത്തിലെ പേപ്പട്ടിയെ പോലെ തല്ലിയോടിക്കുന്നത്.